Good morning to all. Welcome to Toppers Learning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ട്രിഗണോമെട്രി കുറച്ച് ടഫാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് കുറേ ഫോർമുലകൾ മെമ്മറൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. നിങ്ങൾക്ക് ആ ഫോർമുലകൾ, ബേസിക് ഫോർമുലകൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ക്വസ്റ്റ്യൻസിൽ ഏത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഒക്കെ എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ, കാരണം ട്രിഗണോമെട്രിക് ഫോർമുലാസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല കാൽക്കുലസിലൊക്കെ എൻറ്റയർലി യൂസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്ക് കിടക്കുകയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ രണ്ട് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും, രണ്ടാമത്തത് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനാണ്. അങ്ങനെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഇതിൽ വെയിറ്റേജ് ചെറിയൊരു ചാപ്റ്ററാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. പരമാവധി 4 മാർക്ക് ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചില എക്സാംസിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. 4 മാർക്ക് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് റിലേഷൻ ഫംഗ്ഷൻസ് പഠിച്ച പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക, അത് 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അതാണ് കണ്ടീഷന്. ഒരു ഫംഗ്ഷൻ അതായത് 1 ആയിരിക്കണം, ഓൺ 2 ആണെങ്കിൽ, അതായത് ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഒരു ഫംഗ്ഷൻ എന്താവുക, ഇൻവേർട്ടിബിൾ ആവുക. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് ആണോന്ന് ആദ്യം നോക്കണ്ടേ, എന്നാലല്ലേ അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. നോക്കാം, ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഗ്രാഫാണ് സൈൻ എക്സ്. നിങ്ങൾ +2 ഫിസിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ ഞാൻ സൈൻ എക്സിൻ്റെ ഗ്രാഫ് എടുക്കുകയാണ്. ഈ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സൈൻ സീറോയുടെ വാല്യൂ എത്രയാണ്, സൈൻ സീറോയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്. സൈൻ പൈയുടെ വാല്യൂ എത്രയാണ്, സൈൻ പൈയുടെ വാല്യൂ അതും 0 തന്നെയാണ് അല്ലേ. സൈൻ സീറോയുടെ വാല്യൂ 0 ആണ്, സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒരു 1 എക്സാമ്പിൾ ആണോ, അല്ല. ഇതൊരു മെനി വൺ ഫംഗ്ഷൻ ആണ് അല്ലേ. ഇതൊരു മെനി വൺ ഫംഗ്ഷൻ ആണ്. മെനി വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈജക്റ്റീവ് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ, ബൈജക്റ്റീവ് ആവുമോ, ഇല്ല. അപ്പോൾ പിന്നെ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തില്ല, ഇൻവേഴ്സ് ഇല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടോ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർ ഇൻ്റർവെൽ എടുക്കില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഇൻ്റർവെലിനകത്തല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻ്റർവെലിനകത്തേക്ക് ഈ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻവേഴ്സ് കാണുക എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഈ ഒരു ഫംഗ്ഷനെ ബ്രേക്ക് ചെയ്യാൻ പോകണം. ഞാൻ ഈ ഫംഗ്ഷനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യണം. നോക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഒരു ഫംഗ്ഷനെ -π/2 വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ π/2 വെച്ചിട്ടും ബ്രേക്ക് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താ, ഈ ഒരു പോർഷനാണുള്ളത്. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളൂ. ഈ ഒരു ഇൻ്റർവെലിനകത്ത് ഫംഗ്ഷൻ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 2 വാല്യൂസ് വന്നത് മാതിരി എവിടെയെങ്കിലും വരുന്നുണ്ടോ, അല്ല. ഇത് 1 ആൻഡ് ഓൺ 2 ആയിട്ടുള്ള ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് ഏത് ഇൻ്റർവെലിനകത്ത് ബൈജക്റ്റീവ് ആണ്, -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിൽ ബൈജക്റ്റീവ് ആണ്. അതിനർത്ഥം ആ ഒരു ഇൻ്റർവെലിനകത്ത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കും, ഈ ഒരു ഇൻ്റർവെൽ മാത്രമാണോ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളതെന്ന്. അല്ല, വേറൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. π/2 മുതൽ 3π/2 വരെ. നോക്കിയേ, π/2 മുതൽ 3π/2 വരെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഇൻ്റർവെലിനകത്തും ഫംഗ്ഷൻ എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. അതേപോലെ ഈ ഒരു ഇൻ്റർവെലിനകത്ത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഉണ്ട്. എന്നാലും
നമ്മളൊരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ചൂസ് ചെയ്യും. ആ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈൻ എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇനി മുതൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് -π/2 മുതൽ +π/2 വരെയാണ്. അപ്പോൾ ഈ ഇൻ്റർവെൽ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ പോലും നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് കാണുന്നില്ല. നമ്മൾ എന്തേ കാണുന്നുള്ളൂ? -π/2 മുതൽ +π/2 വരെയാണ്. അതേപോലെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഡൊമൈൻ എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. എക്സ് ആക്സിസ് ഉള്ളത് വൈ ആക്സിസിലും വൈ ആക്സിസ് ഉള്ളത് എക്സ് ആക്സിസിലുമായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് കിട്ടും. കാരണം ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനും കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ f(x) sin x ഇൻവേർട്ടിബിൾ ആക്കുന്നത് മനസ്സിലായോ? അതേപോലെ ഞാനിനി ബാക്കിയുള്ള ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുകളെല്ലാം തന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിലൊന്നാമത്തതാണ് f(x) sin inverse x. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം -1 to 1 ആണ്. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഞാനിപ്പോൾ പറഞ്ഞു ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 ആണ്. അതേപോലെ രണ്ടാമത് വരുന്നതാണ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് ഇതേ ഇൻ്റർവെലിനകത്ത് അല്ല കേട്ടോ വരുന്നത്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π. ആ 0 to π ഡൊമൈൻ വ്യത്യാസമൊന്നുമില്ല, -1 to 1 തന്നെയാണ്. അതേപോലെ ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മസ്റ്റായിട്ട് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കലുണ്ട്. ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അറിഞ്ഞില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു 6 ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് നേരെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ്. കുറച്ച് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സൈൻ ഇൻവേഴ്സ് വന്ന സമയത്ത്, അതായത് സൈൻ ഇൻവേഴ്സ് വന്ന സമയത്ത് അതിൻ്റെ ആംഗിളായിട്ടൊരു റെസിപ്രോക്കൽ ആയിട്ടുള്ള 1/x വന്നാൽ സൈൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള എന്തെടുക്കണം? കൊസീക് ഇൻവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x എന്താണ്? കൊസീക് ഇൻവേഴ്സ് എക്സ്. സിമിലർലി നമ്മൾ എടുക്കുകയാണ് കോസ് ഇൻവേഴ്സ് 1/x വന്നാൽ എന്തായിരിക്കും വരിക? കോസിന്റെ റെസിപ്രോക്കൽ എന്താണ്? സീക്ക്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/x വന്നാൽ എന്താ വരിക? സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ് വരിക. ഇനി അടുത്തത് ഏതാണുള്ളത്? ടാൻ ഇൻവേഴ്സ് 1/x വന്നാൽ അവിടെ എന്താ വരിക? കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നാണ് വരിക. അതായത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സിനകത്ത് 1/x വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് f ഇൻവേഴ്സ് 1/x ഈക്വൽ ടു 1/f ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. സെക്കൻഡ് പ്രോപ്പർട്ടി സെറ്റിലേക്ക് പോവാം. ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആംഗിൾ, അതായത് ബ്രാക്കറ്റിൽ ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് -x വന്നു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതേപോലെ ടാൻ ഇൻവേഴ്സ് -x വന്നു കഴിഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക് ഇൻവേഴ്സ് -x വന്നു കഴിഞ്ഞാൽ മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ് ആണ്. അതായത് സൈനും ടാനിലും കൊസീക്കിലും മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസിനെ പുറത്തേക്ക് എടുക്കാം. അതാണ് പ്രോപ്പർട്ടി പറയുന്നത്. സൈന്, ടാന്, കൊസീക്ക്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. സിൻ ടാൻ കൊസീക്ക് എന്ന് ആലോചിക്കുക. സിൻ ടാൻ കൊസീക്ക്. സിൻ ടാൻ കൊസീക്കിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? മൈനസ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന കാര്യം ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം. അടുത്ത സെറ്റ്, നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടിയാണ് കോസ് ഇൻവേഴ്സ് -x, സീക്ക് ഇൻവേഴ്സ് -x, കോട്ട് ഇൻവേഴ്സ് -x. അപ്പോൾ ഇതിൽ കോസ് ഇൻവേഴ്സ് -x വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇതേപോലെ മൈനസിന് പുറത്തേക്ക് എടുക്കാൻ പറ്റൂല. പകരം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് ഇതേണ്ടത്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അടുത്ത ഏതാണ്? അടുത്തത് കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? കോസിലും കോട്ടിലും സീക്കിലും എന്താ വന്നിട്ടുള്ളത്? കോസിലും കോട്ടിലും സീക്കിലും വന്നിട്ടുള്ളത്
പൈ മൈനസ് എന്ന് പറഞ്ഞിട്ടാണ്, പൈ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. കോസ് കോട്ട് സീക്ക് എന്നുള്ളതിൽ പൈ മൈനസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കൊസ്കോട്ട് സീക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൊസ്കോട്ട് സീക്ക് അങ്ങനെ വയ്ക്കുക. നേരത്തെ എന്താണ് സിൻ ടാൻ കൊസീക്ക്, സിൻ ടാൻ കൊസീക്കിൽ മൈനസ് പുറത്തേക്ക് വരും. കൊസ്കോട്ട് സീക്കിൽ എന്താണ് പൈ മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. അടുത്ത സെറ്റ് ഓഫ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. നെക്സ്റ്റ് സെറ്റ് പ്രോപ്പർട്ടി പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ലാസ്റ്റ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഏതാണ്? കോ ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കൊസൈൻ ആണ്. അതുകൊണ്ടാണ് കൊസൈൻ എന്നുള്ളത് ഷോർട്ട് ആയിട്ടാണ് കോസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് കോ ടാൻജന്റ്, അത് കോട്ട എന്ന് പറഞ്ഞ് വിളിക്കും നമ്മൾ. ഇനി സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനും അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷനുമാണ് ഇൻവേഴ്സിൽ വരുന്നതെങ്കിൽ ആൻസർ എന്താ കിട്ടുക? പൈ ബൈ 2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് പ്ലസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ, പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രോപ്പർട്ടിയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രോപ്പർട്ടി ഇതാണ്: ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു tan inverse of x plus y divided by 1 minus xy, where xy less than 1. Tan inverse x plus tan inverse y is equal to tan inverse of x plus y divided by 1 minus xy. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് tan inverse x minus tan inverse y is equal to tan inverse of x minus y divided by 1 plus xy ആണ്. tan inverse of x minus y divided by 1 plus xy. ഈ ഒരു പ്രോപ്പർട്ടി എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്വസ്റ്റ്യന് ടാൻ ഇൻവേഴ്സിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോർമുല പഠിക്കുന്നത്. സൈൻ ഇൻവേഴ്സിലോ കോസ് ഇൻവേഴ്സിലോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇനി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ കൺവേർഷൻ നടത്തണം. ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങൾ ആ ഒരു ആംഗിളിനെ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് തന്നാൽ അതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. കോസ് ഇൻവേഴ്സ് തന്നാലും ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാനുള്ള ആ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുള്ള മെത്തേഡ് അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഈ ഫോർമുല വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. ലാസ്റ്റ് ആറാമത്തെ സെറ്റ് പ്രോപ്പർട്ടിയാണ് 2 tan ഇൻവേഴ്സ് എക്സ് വന്നു കഴിഞ്ഞാൽ. ഈ 2 tan ഇൻവേഴ്സ് എക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 തരത്തിൽ അതിനെ മാറ്റി എഴുതാം 2 tan ഇൻവേഴ്സ് എക്സിന്. ഒന്നാമത്തത് 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. 2 tan inverse x equal to sin inverse 2x by 1 plus x square. Next, cos inverse 2 tan inverse x equal to cos inverse 1 minus x square by 1 plus x square. Cos inverse 1 minus x square by 1 plus x square. Last one, 2 tan inverse x equal to tan inverse 2x by 1 minus x square. 2 tan inverse x equal to tan inverse 2x by 1 minus x square. ഈ 3 ഫോർമുലയെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ മൂന്നാമത്തെ ഫോർമുലയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എന്തായാലും നമുക്ക് എക്സാംസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമുലയാണ്. ബാക്കിയുള്ളതും പഠിച്ചു വെക്കണം. ഇൻ കേസ് ചെറിയ മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഇതിൻ്റെ ഒന്നും പ്രൂഫ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ പ്രൂഫ് NCERT-യിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. NCERT-യിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. പ്രൂഫിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കലില്ല. അതായത് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് ചോദിക്കലില്ല. നമുക്ക് അല്ലാണ്ട് പ്രൂഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്ക്. നമ്മൾ ആദ്യത്തെ പറഞ്ഞു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ബേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൂഫ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. ഈ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് സിംപ്ലസ്റ്റ് ഫോമിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തു പോകും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തു പോകും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണെങ്കിൽ.
അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സൈൻ ഇൻവേഴ്സിനകത്ത് ഒരു ടാൻ ഇൻവേഴ്സിൻ്റെ ഫോമിലൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിനെ കൂടി എന്തിലേക്ക് മാറ്റിയാൽ മതി? സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ അതിനെ എന്തിലേക്ക് മാറ്റിയാൽ മതി? ടാൻ്റെ ഫോമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ക്യാൻസൽ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടി ആ ഒരു മെത്തേഡ് നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഇത്രയും തിയറി മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ തിയറി നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തിയറി പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാണ്. പ്രിൻസിപ്പൽ വാല്യൂവിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ ഇൻവേഴ്സ് 1/2. നോക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് y is equal to sin inverse 1/2. sin inverse 1/2. പുട്ട് y is equal to sin inverse 1/2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് സൈഡിൽ സൈൻ എടുക്കുകയാണെങ്കിൽ ഈ സൈഡിലെ സൈൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ സൈൻ വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? സൈൻ y is equal to sin y is equal to 1/2 എന്നുണ്ടാവും. sin y is equal to 1/2. സൈൻ്റെ ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്? നമുക്ക് വാല്യൂ ഫംഗ്ഷൻസിൻ്റെ ട്രിഗണോമെട്രിക് വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ 1/2 വരുന്നത് π/6 എല്ലാവർക്കും അറിയാം. സോ സൈൻ y is equal to എന്താ വരിക? സൈൻ π/6 ആണ് വരിക. സൈൻ π/6. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കുക, y is equal to എന്തായിരിക്കും? π/6 എന്ന് എഴുതാം. എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണെന്ന് കൺഫേം ചെയ്യണം. എന്തായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? അത് -π/2ൻ്റെയും +π/2ൻ്റെയും ഇടയിലാണ്. സോ ഇത് -π/2ൻ്റെയും +π/2ൻ്റെയും ഇടയിലായതുകൊണ്ട് തന്നെ y is equal to π/6 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇസ് ദാറ്റ് ക്ലിയർ? Pause the video to note it down. Next question നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് -1. tan ഇൻവേഴ്സ് -1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ tan ഇൻവേഴ്സ് -1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? y is equal to tan ഇൻവേഴ്സ് -1 എന്ന് എടുക്കും. y is equal to tan ഇൻവേഴ്സ് -1. അപ്പോൾ രണ്ട് സൈഡിൽ tan എടുക്കുകയാണെങ്കിൽ tan y is equal to നമുക്ക് എന്ത് കിട്ടും? tan y is equal to -1. -1 അവിടെ നിൽക്കട്ടെ. ഏത് ആംഗിളിലാണ് tan 1 ആവുന്നത്? π/4. സോ നമുക്ക് എങ്ങനെ എഴുതാം? -tan π/4 എന്ന് എഴുതാം. tan y is equal to -tan π/4 എന്ന് എഴുതാം. എന്ന് വെച്ച് y is equal to π/4 എന്ന് കൊണ്ടുപോയി എഴുതരുത്. കാരണം അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു മൈനസിൻ്റെ സൈന് അവിടെ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ മൈനസിൻ്റെ ഒക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റിയൊരു ഈസിയസ്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ പറയാൻ പോകുന്ന ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. ഇത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ 6 കേസാണല്ലോ വരാൻ സാധ്യത ഉള്ളത്. -sin y, അല്ലെങ്കിൽ -tan y, അല്ലെങ്കിൽ -cosec y. ഇങ്ങനെ 3 മൈനസുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് സൈനോ ടാനോ കൊസീക്കിലോ മൈനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൈനസിന് നേരെ അകത്തേക്ക് കൊണ്ടുപോകാം. എങ്ങനെ എഴുതാം? സൈൻ ഓഫ് -y, ടാൻ ഓഫ് -y, കൊസീക്ക് ഓഫ് -y എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. കാരണം സൈനും ടാനും കൊസീക്കും ഓഡ് ഫങ്ഷൻസ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി ബാക്കിയുള്ള 3 കേസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോസ് ഓഫ് -cos y, -cot y, -sec y. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ മൈനസിന് നേരെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കാര്യം കോസും കോട്ടും സീക്കും ഈവൻ ഫംഗ്ഷൻസ് ആണ്. കോസ് ഓഫ് -y -cos y അല്ല, കോസ് y ആണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് കോസ് ഓഫ് π-y എന്ന് മാറ്റി എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? കോട്ട് ഓഫ് π-y എന്ന് മാറ്റി എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? സീക്ക് ഓഫ് π-y എന്ന് മാറ്റി എഴുതാം. അപ്പോൾ സൈന് ടാന് കൊസീക്ക് വന്നാൽ മൈനസ് ഉള്ളോട്ട് എടുക്കാം. ബാക്കിയുള്ള 3 π- പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാ കേസ്? ടാൻ അല്ലേ വന്നിട്ടുള്ളത്. ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസിന് നേരെ അകത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ടാൻ ഓഫ് -π/4. tan of -π/4 is equal to tan y. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം y is equal to -π/4. ഈ -π/4 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ? ആണ്. കാരണം ടാനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ടാനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2 ആണ്. സോ അതിനകത്ത് വരുന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം y is equal to -π/4.
Pause the video to note it down. Next question നോക്കാം. Cos inverse minus 1 by 2. Find the principal value of cos inverse minus 1 by 2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. y is equal to cos inverse minus 1 by 2 എന്നാണ്. ഇപ്പോൾ രണ്ട് സൈഡിലും കോസ് എടുത്തു കഴിഞ്ഞാൽ cos y is equal to minus 1 by 2. cos y is equal to ഏത് ആംഗിളിലാണ് cos 1 by 2 ആവുന്നത്? പൈ ബൈ 3ലാണ്. പൈ ബൈ 3ലാണ് കോസിന്റെ വാല്യൂ 1 by 2 ആവുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് വന്നു. നമുക്ക് നേരെ y is equal to പൈ ബൈ 3 എന്ന് എഴുതാൻ പറ്റൂല. മൈനസ് വന്നിട്ടുണ്ട്. ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് കോസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈ മൈനസ് പൈ ബൈ 3 എന്ന് മാറ്റി എഴുതണം. കോസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 3 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 2 പൈ ബൈ 3. കോസ് y is equal to കോസ് ഓഫ് 2 പൈ ബൈ 3 ഓർ y is equal to നമുക്ക് എന്ത് എഴുതാം? 2 പൈ ബൈ 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ? ആണ്. കാരണം കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to പൈ അല്ലേ? ഈ 120 ഡിഗ്രി അല്ലേ ഈ 2 പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 120 ഇതിന്റെ ഇടയിലല്ലേ വരുന്നത്? അതുകൊണ്ട് ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇസ് ദാറ്റ് ക്ലിയർ? Pause the video to note it down. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്നാണ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് സൈൻ 160. ഇപ്പം നമ്മൾ വിചാരിക്കും സൈൻ ഇൻവേഴ്സ് സൈൻ 160 വന്നു കഴിഞ്ഞാൽ 160, കാരണം സൈൻ ഇൻവേഴ്സും സൈനും വന്നു കഴിഞ്ഞാൽ 160 ആണല്ലോ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോവും. കാരണം ഈ 160 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ ഉള്ളത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എത്രയാണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മൈനസ് പൈ ബൈ 2ന്റെയും പ്ലസ് പൈ ബൈ 2ന്റെയും ഇടയിലാണ്. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് ഇതിന് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്നാണ് ഉള്ളത്. സൈൻ ഇൻവേഴ്സ് സൈൻ 160 ഡിഗ്രി. ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈൻ ഇൻവേഴ്സും സൈനും വന്നു കഴിഞ്ഞാൽ ഡിഗ്രി മാത്രം നമുക്ക് എഴുതാം. ബട്ട് അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രോപ്പർട്ടി ഞാനിവിടെ പറയുകയാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ നമുക്ക് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ തീറ്റ തന്നെയാണ്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 മൈനസ് 20 എന്ന് എഴുതിക്കൂടെ? 180 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? 180 മൈനസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 എന്നാണ്. ബട്ട് സൈൻ പൈ മൈനസ് തീറ്റ എന്താണ്? സൈൻ പൈ മൈനസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ ആണ് അല്ലേ? സൈൻ 20 ഡിഗ്രി എന്ന് എഴുതാം. ഇപ്പം നമുക്ക് സൈൻ ഇൻവേഴ്സും സൈനും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 20 ഡിഗ്രി എന്ന് ആൻസർ എഴുതാം. സോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ അല്ലാത്ത ക്വസ്റ്റ്യൻസും വരാം. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയായിരുന്നു ഇതേ ക്വസ്റ്റ്യൻ വിചാരിക്കുക. സൈൻ 70 ഡിഗ്രി എന്നായിരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൈ മൈനസ് തീറ്റ 180 മൈനസ് 10 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? ഇതിൻ്റെ ആൻസർ 70 തന്നെയാണ്. കാരണം അത് മൈനസ് 90യുടെയും പ്ലസ് 90യുടെയും ഇടയിൽ തന്നെയാണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ആൻസേഴ്സിലേക്ക് പോവാം. സോ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇസ് ദാറ്റ് ക്ലിയർ? പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Prove that tan inverse 1 by 2 plus tan inverse 2 by 11 equal to tan inverse 3 by 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. tan inverse x plus tan inverse y എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഉള്ളത്. എന്താണ് tan inverse x plus tan inverse y? tan inverse of x plus y divided by 1 minus xy. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. tan inverse 1 by 2 tan inverse 1 by 2 plus tan inverse 2 by 11 equal to tan inverse 3 by 4. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാണ്. tan inverse x plus tan inverse y is equal to tan inverse of x plus y divided by 1 minus xy ആണ്. tan inverse of x plus y divided by 1 minus xy. Then നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ LHS എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. LHSൽ എന്താ ഉള്ളത്? tan inverse 1 by 2 plus tan inverse 2 by 11. tan inverse 1 by 2 plus tan inverse 2 by 11. എന്താണ് tan inverse x plus tan inverse y? tan inverse x plus tan inverse y എന്താണ്? tan inverse of x plus y എന്നാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 1 by 2 ആണ്, പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 2 by 11 ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ്
1/2 into 2/11. It is equal to tan inverse of, cross multiply ചെയ്യാം, 1 into 11, 11 plus 4, 11 plus 4 divided by 22 whole divided by, ഇവിടെ 22 ആണ്, അപ്പോൾ 22 minus 2 divided by 22 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 22 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 15 divided by 20 എന്നുണ്ടാവും. tan ഇൻവേഴ്സ് 50/20. ഈ 50ലും 20ലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 5 ആണ്. നമ്മൾ 5 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് 3/4. അത് തന്നെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂഫ്ഡ്. നമുക്കിതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കും, വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ ടാൻ ഇൻവേഴ്സിന് പകരം സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രയാങ്കിൾ വരച്ചിട്ട് വേണം അതിനെ മാറ്റി എഴുതാൻ. അതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് തന്നെ മാറ്റി എഴുതണം. കാരണം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിനെ ഈ ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. പിന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു പോസിബിലിറ്റിയാണ്, സപ്പോസ് ഇവിടെ ഒരു 2 tan ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, 2 tan ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 2 tan ഇൻവേഴ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി എഴുതണം, ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമ്മുടെ കയ്യിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x/1 - x² എന്ന് പറയുന്ന ആ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യണം, മാറ്റിയിട്ട് എഴുതണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയിക്കൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഷോ ദാറ്റ് cos inverse 4/5 plus cos inverse 12/13 equal to tan inverse 56/33. ഇത് ഞാൻ കഴിഞ്ഞ മുന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തിലേക്ക് തന്നെ മാറ്റി എഴുതണം, ടാൻ ഇൻവേഴ്സിലേക്ക്. ടാൻ ഇൻവേഴ്സിലേക്ക് എങ്ങനെ മാറ്റി എഴുതുക? ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സിലേക്ക് ഈസി ആയിട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ എന്താ ഉള്ളത്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് cos inverse 4/5 plus cos inverse 12/13. cos inverse 12/13 is equal to tan inverse 56/33. 56/33. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കോസ് ഇൻവേഴ്സിനെ രണ്ടിനും നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റി എഴുതണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, കോസ് ഇൻവേഴ്സ് 4/5ൻ്റെ. എന്താണ് കോസ് ഇൻവേഴ്സ് 4/5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്ടാവുക, 3 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/5നെ, കോസ് ഇൻവേഴ്സ് 4/5 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, ടാൻ ഇൻവേഴ്സ് 3/4നോട് ഈക്വലൻ്റ് ആണ്. ടാൻ ഇൻവേഴ്സ് 3/4നോട് ഈക്വലൻ്റ് ആണ്. അതേപോലെ കോസ് ഇൻവേഴ്സ് 12/13, ഞാൻ വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് തീറ്റ എടുക്കുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് അഡ്ജസൻറ്റ് സൈഡ് തന്നെയാണ് 12, ഹൈപ്പോട്ന്യൂസ് 13 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 5 ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് 12/13നെ നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ടാൻ ഇൻവേഴ്സ് 5/12 എന്നുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റിയതാണ്. ഈ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് മാറി, ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/12 ഇസ് ഈക്വൽ ടു tan inverse 56/33. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്യാണ്. LHSൽ എന്താ ഉണ്ടാവുക, tan ഇൻവേഴ്സ് ഓഫ് 3/4 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 5/12 ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ, അതായത് 3/4 പ്ലസ് 5/12 ഡിവൈഡഡ് ബൈ 1 minus 3/4 into 5/12 is equal to tan inverse of, cross multiply ചെയ്ത് കഴിഞ്ഞാൽ 36 plus 20 divided by 48 whole divided by 48 minus 15 divided by 48. 48 cancel. ബാക്കി എന്താ ബാലൻസ് ഉള്ളത്, tan inverse 36ഉം 20ഉം 56. 48 നിന്ന് 15 പോയാൽ 33. സോ ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെഷനാണ്. നമ്മൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാനുള്ളതിൻ്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്നത്, നമ്മളൊരു ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ടാനിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുക. സൈൻ ഇൻവേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ബ്രാക്കറ്റിനകത്ത് സൈൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുക. ഏത് ഫംഗ്ഷൻ ആണോ തരുന്നത് അതിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ക്യാൻസൽ ചെയ്തു പോകും. ആ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ മൈൻഡിൽ വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എന്ത് തന്നെ വരണം? ടാൻ്റെ ഫോർമാറ്റ് വരണം. അങ്ങനെ ഫോർമാറ്റ് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രോപ്പർട്ടി കഴിഞ്ഞ വർഷം പഠിച്ചൊരു പ്രോപ്പർട്ടി പറഞ്ഞു തരികയാണ്. ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ആയിരുന്നു. 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റയാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയിരിക്കൂടെ? അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാ ടേമിനെയും നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോസ് എക്സ് കൊണ്ട്. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ കോസ് എക്സ്. അപ്പോൾ ഇത് കോസ് എക്സ് ഡിവൈഡ് ചെയ്താൽ 1 ആയി മാറും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആവും. കോസ് എക്സ് ബൈ കോസ് എക്സ് 1 ആവും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആവും. ആ ഫോർമാറ്റിലേക്ക് മാറി കിട്ടുമല്ലോ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. 1 minus tan x divided by 1 plus tan x. It is equal to tan inverse of tan pi by 4 minus x ആണ്. ഇവിടെ 1 മൈനസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ടാട്ടോ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? പൈ ബൈ 4 മൈനസ് എക്സ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ഇൻവേഴ്സ് വന്ന അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഫംഗ്ഷൻ വരുന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കണം. ഈ സിംപ്ലസ്റ്റ് ഫോമിൻ്റെ പ്രോബ്ലത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസ് വേണം. NCERTയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. കാരണം അത്തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കലുള്ളത്. ഓക്കെ, ടൂസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്രസ് tan inverse root of 1 plus x square minus 1 whole divided by x in the smallest form എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. tan inverse root of 1 plus x square minus 1 divided by x ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടി വരിക. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രിഗണോമെട്രിക് റിസൾട്ടുകൾ, അതായത് 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് 2 തീറ്റ, 1 പ്ലസ് കോസ് 2 തീറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുക. ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റാണുള്ളത്. 1 പ്ലസ് എക്സ് സ്ക്വയർ വരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ 2 റിസൾട്ടുകളാണ് മൈൻഡിലേക്ക് വരുന്നത്. ഒന്നെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ തൽക്കാലം ഇത് ടാൻ ഇൻവേഴ്സിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റ് എൻ്റെ ഓർമ്മയിൽ വന്നതുകൊണ്ട് ഞാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ എക്സിന് ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ? 6 സ്ക്വയർ തീറ്റ ആണ്. 6 സ്ക്വയർ തീറ്റ അതിൻ്റെ റൂട്ട് എടുത്താൽ എന്താ കിട്ടുക? അതിൻ്റെ റൂട്ട് എടുത്താൽ സീക് തീറ്റ എന്നാണ് കിട്ടുക. സീക് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. ടാൻ ഇൻവേഴ്സ് സീക് തീറ്റ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റനെ എങ്ങനെ മാറ്റി എഴുതാം? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതിക്കൂടെ? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഇതൊന്ന് ഓപ്പൺ ബ്രാക്കറ്റ്
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into 1 1 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇത്രയും കിട്ടിയല്ലോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ കോസ് തീറ്റ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇനി അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രിഗണോമെട്രിക് റിസൾട്ടുകൾ നിങ്ങൾ അറിയണം. 1 മൈനസ് കോസ് 2 തീറ്റ എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ അതേപോലെ 1 മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഈ 1 മൈനസ് കോസ് തീറ്റയേ ഉള്ളൂ. 2 തീറ്റ ആയിരുന്നെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നല്ല ഉണ്ടാവുക, തീറ്റ ബൈ 2 എന്നാണ് ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ സൈൻ 2 തീറ്റന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പൊ സൈൻ തീറ്റൻ്റെതോ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പൊ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയറിന് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2 എന്നാണുള്ളത്. ഇതെന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ് അല്ലേ? സോ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക? തീറ്റ ബൈ 2 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ആൻസർ നിങ്ങൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ക്വസ്റ്റ്യനിൽ തീറ്റന്റെ ടേം അവിടെ ഉണ്ടാവും ഇല്ല, എക്സ് അല്ലേ ഉള്ളത്. സോ നമുക്ക് ഇവിടുത്തെ എക്സ് ഇക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്താണെന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ്. തീറ്റ എടുക്കണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എടുത്താൽ പോരെ? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പോസ് ദ വീഡിയോ ടു നോട്ട് ഇറ്റ് ഡൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും സിംപ്ലസ്റ്റ് ഫോമിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് cos x divided by 1 minus sin x. ഇതൊക്കെ ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ്. ഈ സിംപ്ലസ്റ്റ് ഫോമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രിഗണോമെട്രിക് റിസൾട്ട് അറിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുക. കോസ് 2 തീറ്റയുടെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? കോസ് 2 തീറ്റയുടെ ഇക്വേഷന് കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? കോസ് എക്സ് ആണെങ്കിൽ അതിനെ കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് മാറ്റി എഴുതാം. കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് മാറ്റി എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ ഈ 1നെ എങ്ങനെ മാറ്റി എഴുതാം? 1നെ മാറ്റി എഴുതുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഞാൻ ഇതാണ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ് എഴുതാൻ പറ്റുക. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ ഉള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഞാൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോക്കണേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടും സെയിം ടേം ആണ്. ബാലൻസ് ആയിട്ടുള്ളത് എന്താണ്? ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ പിന്നെ ഇതിൻ്റെ ഒരു ടേം ഉണ്ട്. സ്ക്വയറിൽ ഒന്നേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം അവിടെ ഉണ്ട്. കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. ഇതിന് നമ്മൾ നേരത്തെ ഇതേ സിമിലർ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ആ സമയത്ത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് മാറ്റി ചെയ്തില്ലേ? അതേപോലെ ഇതിനെ എല്ലാത്തിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ കോസ് എക്സ് ബൈ 2. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ കോസ് എക്സ് ബൈ 2. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 ആണ്. അതിനെ ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ സിംപ്ലി ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. ഇതല്ലേ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ
write down the answer. Pause the video to note it down. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന്, നിങ്ങൾ ഗ്രാഫുകളെല്ലാം പഠിച്ചു വെക്കണം. അതായത് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫുകൾ NCERT-യിലുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെക്കണം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈനും റേഞ്ചും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, അതായത് ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഡൊമൈൻ എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വന്നിട്ടുള്ളത്. -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് ഡൊമൈൻ വന്നിട്ടുള്ളത്. റേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് -π/2ൻ്റെയും +π/2ൻ്റെയും ഇടയിലുമാണ് അല്ലേ? അതിനർത്ഥം ഈ ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2ഉം അതേപോലെ തന്നെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 ആണ്. അതിനർത്ഥം ഇത് ഏത് ഫംഗ്ഷനാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഈ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് -1 to 1 to -π/2 to π/2. അപ്പോൾ ഡൊമൈന് -1 to 1 ആണ്. ഡൊമൈന് -1 to 1 ആണ്. റേഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതൊരു +2 മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ മാക്സിമം വിദ്യാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് എക്സാം തരുന്നത് വരെ അതൊരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾ അഡീഷണൽ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ വിൽ ബി അപ്ലോഡഡ് ഓൺ ടുമോറോ. ഓക്കെ, keep watching, stay tuned.